ഇപ്പൊ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നില്ലേ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇത് പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, സോ ഒരു 700 സംതിങ്. എത്ര ഫോളോയിങ് ഉണ്ട്? 800. ഇപ്പൊ ഫോളോ ചെയ്യുന്ന ആളുകളെല്ലാം ഇവനെ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒബ്വിയസ്ലി നോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു 1000 ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നാളെ അതൊരു 950 ആയി കഴിഞ്ഞാൽ 50 പേര് തന്നെ അൺഫോളോ ചെയ്തെന്നല്ല അർത്ഥം. ആ 50 പേര് താൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ എന്റെ ഒരു ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു വഴിന്ന് മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും എന്താ വരാ, ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. ഇതുപോലെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചടങ്ങാണ്. ഒരു 200 ഒക്കെ മാക്സിമം നമുക്ക് നോക്കാം. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്കൊരു 10K ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് അത് ചെക്ക് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആണോ? സോ അതിന് പൊതുവെ ആളുകൾ എന്താ ചെയ്യാറുള്ളത്? തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലേ? തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡാണ്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് നമ്മുടെ പ്രൈവറ്റ് അക്കൗണ്ടായ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡും യൂസർ നെയിമും കൊടുക്കുന്നത് സേഫ് ആൻഡ് സെക്യൂർഡ് ആണോ എന്ന് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്യില്ല, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നമ്മൾ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് അത് സേഫും സെക്യൂർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് അതൊരിക്കലും സേഫ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്യാണ്ട് തന്നെ ചെയ്തുകൂടെ? എങ്ങനെ? ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അതിനുള്ള ഒരു സിമ്പിൾ വേ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെ നമ്മൾ അൺഫോളോ ചെയ്യുന്നുണ്ട്? ഇന്ന് ഫോളോ ചെയ്ത ആളുകൾ നാളെ നമ്മൾ അൺഫോളോ ചെയ്യുന്നുണ്ടോ? ഇന്ന് രാവിലെ ഫോളോ ചെയ്ത ആളുകൾ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ അൺഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് എന്താണോ അറിയേണ്ടത് ആ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ്, ഫോളോയിങ് എന്നീ കാര്യങ്ങളുടെയൊക്കെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഡിഫ് ചെക്കർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫോളോവേഴ്സിനെ ഒരു സൈഡിലോട്ടും ഫോളോയിങ്ങിനെ മറ്റൊരു സൈഡിലോട്ടും കൊടുത്തു കഴിഞ്ഞ് ഡിഫ് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ അൺഫോളോ ചെയ്തു എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻവിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.